പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന നോവലിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഉത്തരം പപ്പു. ഓടയിൽ നിന്ന് എന്ന നോവലിലെ പ്രധാന കഥാപാത്രം പപ്പു. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന വായനാ ദിന ക്വിസ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടവ മാത്രം ഉൾപ്പെടുത്തിയ ക്വിസ്. വായിച്ചു വളരാൻ, പഠിച്ചു മുന്നേറാൻ ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. വായനാ ദിന ക്വിസിലേക്ക് സ്വാഗതം. ഭക്തകവി പൂന്താനം രചിച്ച പ്രധാന കൃതിയുടെ പേര്? ജ്ഞാനപ്പാന. ജ്ഞാനപ്പാന. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന കൃതി രചിച്ചതാര്? കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രാമപുരത്തു വാരിയർ. രാമപുരത്തു വാരിയർ. സംസ്കൃതത്തിൽ നിന്നും മഹാഭാരതം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിലൂടെ കേരളവ്യാസൻ എന്ന വിശേഷണം ലഭിച്ച മലയാള സാഹിത്യകാരൻ? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏത്? മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം. ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ പുസ്തകം? മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ പുസ്തകം വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ മലയാളി? വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഒരു സാഹിത്യകാരന്റെ സമഗ്ര സാഹിത്യ സംഭാവനയ്ക്ക് നൽകി വരുന്ന അംഗീകാരത്തിന്റെ പേര്? കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ് എന്നീ നോവലുകൾ രചിച്ചതാര്? എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായർ. മാതൃത്വത്തിന്റെ കവയിത്രി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? മാതൃത്വത്തിന്റെ കവയിത്രി നാലപ്പാട്ട് ബാലാമണിയമ്മ. നാലപ്പാട്ട് ബാലാമണിയമ്മ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരന്മാരിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാര്? എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായർ. ബോബനും മോളിയും കാർട്ടൂൺ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച ടോംസ് എന്നയാളുടെ യഥാർത്ഥ നാമം? വി ടി തോമസ്. വി ടി തോമസ്. മലയാള സിനിമയുടെ പിതാവ് ജെ സി ഡാനിയേലിന്റെ ജീവിതകഥ ആധാരമാക്കി നിർമ്മിക്കപ്പെട്ട മലയാള സിനിമ ഏതാണ്? സെല്ലുലോയിഡ്. സെല്ലുലോയിഡ് എന്ന സിനിമ. സെല്ലുലോയിഡ് സിനിമയിൽ ജെ സി ഡാനിയേൽ ആയി അഭിനയിച്ച നടൻ ആര്? സെല്ലുലോയിഡ് സിനിമയിൽ ജെ സി ഡാനിയേൽ ആയി അഭിനയിച്ച നടൻ പൃഥ്വിരാജ്. പൃഥ്വിരാജ്. മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ, അതായത് ഡിറ്റക്റ്റീവ് നോവൽ ആയ ഭാസ്കര മേനോൻ രചിച്ചതാര്? അപ്പൻ തമ്പുരാൻ. അപ്പൻ തമ്പുരാൻ. വായിച്ചു വളരാൻ, പഠിച്ചു മുന്നേറാൻ നിങ്ങളോടൊപ്പം ഉണ്ണീസ് വിജയപാത. ഏത് നോവലിലാണ് അതിരാണിപ്പാടം എന്ന ഗ്രാമവും ശ്രീധരൻ എന്ന കഥാനായകനും ഉള്ളത്? ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിൽ. മലയാളത്തിലെ ആദ്യത്തെ ഹജ്ജ് യാത്രാവിവരണ കൃതിയുടെ പേര്? ഞാൻ കണ്ട അറേബ്യ. ഞാൻ കണ്ട അറേബ്യ. ആദ്യമായി മഹാകാവ്യം രചിച്ച മലയാള കവയിത്രി ആര്? സിസ്റ്റർ മേരി ബെനിഞ്ച. അവരുടെ മാർത്തോമ വിജയം എന്ന മഹാകാവ്യം. ശ്രീയേശു വിജയം മഹാകാവ്യം രചിച്ചതാര്? ശ്രീയേശു വിജയം മഹാകാവ്യം രചിച്ചത് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള. സ്വരരാഗസുധ എന്ന കവിതാ സമാഹാരം ആരുടെയാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴയുടെ. ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ.
കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിന്റെ രചയിതാവ് ഉറൂബ്. കാളിദാസന്റെ ജീവിതത്തെ കേന്ദ്രമാക്കി ONV എഴുതിയ കാവ്യം. കാളിദാസന്റെ ജീവിതത്തെ കേന്ദ്രമാക്കി ONV എഴുതിയ കാവ്യം ഉജ്ജയിനി. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ആരുടെ വരികളാണിത്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മാസിക വിദ്യാരംഗം മാസിക. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്കായി പ്രസിദ്ധീകരിക്കുന്ന മാസിക തളിര് മാസിക. വയലാർ അവാർഡ് എല്ലാ വർഷവും സമ്മാനിക്കുന്നത് ഒക്ടോബർ 27 ആണ്. ആ ദിനത്തിന്റെ പ്രത്യേകത. വയലാർ രാമവർമ്മയുടെ ചരമദിനമാണ് ഒക്ടോബർ 27. വയലാറിന്റെ ചരമദിനം. എൻ്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ മതി, അത് പുസ്തകം എന്നാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? എൻ്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ മതി, അത് പുസ്തകം എന്നാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ലിയോ ടോൾസ്റ്റോയ്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി, ഈ പേരിലുള്ള കഥ രചിച്ചതാര്? ടി പത്മനാഭൻ. വായിക്കൂ, ചിന്തിക്കൂ, പഠിക്കൂ, ഉയരൂ. ഉണ്ണീസ് വിജയപാത നിങ്ങളോടൊപ്പം. കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ ഏതാണ്? കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ മരണ സർട്ടിഫിക്കറ്റ്. ആനന്ദ് ആണ് ഈ നോവൽ രചിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ കവിതാ മാസിക ഏത്? കവന കൗമുദി. ഒരു സ്നേഹം എന്ന് മറ്റൊരു പേര് കൂടിയുള്ള കുമാരനാശാന്റെ കൃതി ഏതാണ്? കുമാരനാശാന്റെ ഏതു കൃതിക്കാണ് ഒരു സ്നേഹം എന്നുകൂടി പേരുള്ളത്? നളിനി. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻ പുറം നന്മകളാൽ സമൃദ്ധം. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻ പുറം നന്മകളാൽ സമൃദ്ധം. ആരുടെ വരികളാണിത്? കുറ്റിപ്പുറത്ത് കേശവൻ നായർ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.